മുത്തുനബിയുടെ വിജയത്തിന്റെ നാളുകൾ. ഭാഗം 1. നോക്കെത്താ ദൂരത്തായി പരന്നുകിടക്കുന്ന പ്രവിശാലമായ മരുഭൂമി. ഇടയ്ക്കിടെ അലങ്കാരമെന്നോണം തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈന്തപനത്തോട്ടം, അലക്ഷ്യമായി മേഞ്ഞു നടക്കുന്ന മരുക്കപ്പലുകൾ, ഗോത്രവംശീയതയിൽ വഴി തെറ്റി ജീവിക്കുന്ന ജനത, ഏക ദൈവവിശ്വാസത്തിന്റെ വിശുദ്ധ സ്മാരകമായ കാബാലയത്തെ കീഴ്പ്പെടുത്തി അനേകം ബിംബങ്ങൾ, സർവോപരി അക്രമവും അനീതിയും ആർത്തിരമ്പിയ കാലം. പെണ്ണിനെ വെറും ഭോഗവസ്തു മാത്രമായി പരിമിതപ്പെടുത്തിയ ഈ സമൂഹം പക്ഷേ പെൺമക്കളെ ജീവിക്കാൻ അനുവദിച്ചില്ല. പൊതുസമൂഹത്തിന്റെ അപമാനം ഭയന്ന് സ്വന്തം പിതാവ് തന്നെ പിഞ്ചുകുഞ്ഞിനെ കുഴിവെട്ടി മൂടി കൂസലില്ലാതെ തിരിഞ്ഞു നടന്നിരുന്ന കാലം. വിശന്നു വലഞ്ഞ ഒരൊട്ടകം ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന തോട്ടത്തിലേക്ക് വേലിക്കിടയിലൂടെ നുഴഞ്ഞുകയറി തീറ്റയാരംഭിച്ചു. ഇത് കണ്ട തോട്ടമുടമയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ മിണ്ടാപ്രാണിയെ അടിച്ചോടിക്കുന്നതിനു പകരം ആ ക്രൂരൻ ചെയ്തതെന്തെന്നോ? ആ മൃഗത്തിന്റെ മുലകൾ ഛേദിച്ചു കളഞ്ഞു. പ്രാണവേദനയാൽ അത് തന്റെ യജമാനന്റെ അടുത്തേക്കോടി. ചോരച്ചാലുകൾ വീണ വഴിയിലൂടെ ഉടമസ്ഥൻ തോട്ടം കണ്ടുപിടിച്ചു. ഉടമയുടെ വീട്ടിലേക്ക് പാഞ്ഞു. തുടരും.